ഹായ്, അംബിക സോറയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലരുടെയും നിത്യജീവിതത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ് തേൻ. ചെറുപ്പം മുതലേ നമ്മൾ ശീലിച്ചു വരുന്നതാണ് അല്ലേ? എല്ലാവരുടെയും വീട്ടിൽ ഒരു ചെറിയ കുപ്പിയെങ്കിലും തേനില്ലാതിരിക്കില്ല. അതുപോലെ തന്നെ സൗന്ദര്യ സംരക്ഷണത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണെന്ന് തേനെന്ന് പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഇതുവരെ തേൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മുടെ ഭക്ഷണക്രമത്തിൽ, അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഭക്ഷണത്തിൽ തേൻ ഉപയോഗിച്ച് തുടങ്ങിയേ തീരും. സമയം അതിക്രമിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ തേൻ ഉൾപ്പെടുത്താനുള്ള സമയമായി എന്ന് മനസ്സിലാക്കണം. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കഴിക്കുന്ന തേനിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഗുണങ്ങളെല്ലാം തന്നെ നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താനുള്ള എല്ലാ ഗുണങ്ങളുമുണ്ട്. തേൻ നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ശരീരത്തെ ആരോഗ്യപൂർണ്ണമായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് തേൻ എങ്ങനെയെല്ലാം ഉപയോഗിക്കാം, അതുപോലെ തന്നെ തേനിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അലർജികളോട് നമുക്ക് ഗുഡ് ബൈ പറയാം. എങ്ങനെയെന്നല്ലേ? അലർജിയെ ലക്ഷണങ്ങളെ കുറയ്ക്കാൻ കഴിയുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ നമ്മുടെ തേനിലുണ്ട്. തേൻ എല്ലാ ദിവസവും രാവിലെ ഇളം ചൂടുവെള്ളത്തിൽ കലർത്തി കഴിക്കുന്നത് വളരെ നല്ലതാണ്. വെള്ളത്തിന് ഒരിക്കലും ചൂട് കൂടരുത് എന്നുള്ളത് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ചൂടുള്ള വെള്ളത്തിൽ നമ്മൾ തേൻ ഒഴിച്ചു കഴിഞ്ഞാൽ അതിന് വിഷഗുണം ഉണ്ടാകും. അതാണ് തേൻ ഒഴിക്കുന്ന വെള്ളത്തിന് ചൂട് ഉണ്ടാവരുതെന്ന് പറയും. ഇളം ചൂടെന്ന് പറയുമ്പോൾ നമ്മൾ തിളപ്പിച്ചാറിയിട്ടുള്ളത് ചൂടുണ്ടല്ലോ, അതാണ് ഇളം ചൂടെന്ന് പറയുന്നത്. തേൻ ഒരു മെമ്മറി ബൂസ്റ്ററാണ് കേട്ടോ. അതായത് ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ തേനിലുണ്ട്. ചോറിനുള്ളിലുള്ള സെല്ലുലാർ കേടുപാടുകൾ തടയുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ നമ്മൾ കഴിക്കുന്ന തേനിലുണ്ട്. അതുകൊണ്ട് തന്നെ ആർത്തവിരാമത്തിന് ശേഷം സ്ത്രീകൾക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഓർമ്മക്കുറവ് ഇത് നീക്കാൻ വേണ്ടിയിട്ട് ദിവസവും രാവിലെ ഒരു സ്പൂൺ തേൻ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നായിരിക്കും ചിന്തിക്കുന്നത് അല്ലേ? നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് തരാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് ചിന്തകൾ ഉണ്ടാക്കാനും തീരുമാനമെടുക്കാനുമുള്ള കഴിവെല്ലാം ഉണ്ടാക്കാൻ നമുക്ക് കാൽസ്യം, അല്ലെ തലച്ചോറിന് കാൽസ്യം ആവശ്യമാണ്. അപ്പോൾ തേൻ കാൽസ്യം ആഗിരണം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് തേൻ ദിവസം കഴിക്കുകയാണെങ്കിൽ നമുക്ക് പ്രായാധിക്യം വരുന്ന സമയത്ത് വളരെയധികം നമുക്ക് ഓർമ്മശക്തി കുറഞ്ഞു പോകാറുണ്ട് പലർക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നത് തടയാൻ ഇപ്പോഴേ അത് ശീലിക്കുന്നത് നല്ലതാണ്. പിന്നെ തേൻ പലപ്പോഴും നമ്മൾ ഔഷധങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട്, ആയുർവേദ മരുന്നൊക്കെ ആണെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേൻ മേമ്പൊടിയായിട്ട് കഴിക്കാറുണ്ടല്ലേ? അതായത് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, അതായത് തേനിൻ്റെ മധുരം കൃത്രിമമായിട്ടുള്ളതല്ല. തേൻ ശുദ്ധമാണ്, പ്രകൃതിദത്തമായ ഒരു പൂമ്പൊടിയാണ് തേനിൽ അടങ്ങിയിരിക്കുന്നത് അല്ലേ? തേനീച്ച എന്ത് ചെയ്യുന്നു? പൂക്കൾക്ക് മുകളിൽ പോയിട്ട് പരാഗണം നടത്തുന്ന സമയത്ത് തേനെ ആ പൂമ്പൊടി ശേഖരിച്ചിട്ടാണ് നമുക്ക് തേൻ തരുന്നത്. അതോടൊപ്പം തന്നെ ഇത് നമ്മൾ പ്രകൃതിദത്തമായ വാക്സിൻ മാത്രമല്ല, പ്രകൃതിദത്തമായ ആൻറ്റിബയോട്ടിക്കും കൂടിയാണ്. നമ്മൾ പൊള്ളലൊക്കെ ഏറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് തേനെടുത്തിട്ട് പുരട്ടി കൊടുത്താൽ മതി അല്ലേ? ശക്തമായ പൊള്ളലല്ലെങ്കിൽ, ചെറിയ പൊള്ളലാണെങ്കിൽ ആ പൊള്ളലിനെ ശമിപ്പിക്കാൻ പറ്റും. പൊള്ളലേറ്റ് മുറിഞ്ഞിട്ടുണ്ടെങ്കിലും തേൻ പുരട്ടി കഴിയുമ്പോൾ ആ ഭാഗത്തെ വേദനയും ശമിക്കും. അതോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ മുറിവ് ഉണങ്ങുകയും ചെയ്യും. ഇനി അതുപോലെ തന്നെ തലയിലുണ്ടാകുന്ന താരനകറ്റാനും വളരെ നല്ലതാണ് തേൻ എന്ന് പറഞ്ഞത്. കുറച്ച് ഒരു വലിയ ചൂടില്ലാതെ ഇളം ചൂടുവെള്ളത്തിൽ എന്ത് ചെയ്യാം? കുറച്ച് തേൻ ഒഴിച്ചിട്ട് അത് താരനുള്ള ഭാഗത്ത് നല്ല രീതിയിൽ പുരട്ടിയതിന് ശേഷം നമ്മൾ താളി ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാം. താരനെ നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും. മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. മുടി നല്ല രീതിയിൽ വളരാൻ സഹായിക്കുകയും ചെയ്യും. നല്ല രീതിയിൽ വ്യായാമം ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ തേൻ കഴിക്കുക. നല്ല എനർജറ്റിക് ആയിരിക്കും, നമുക്ക് നല്ല ഊർജ്ജം കിട്ടുന്നതായിരിക്കും. അതായത് ഒരു എനർജറ്റിക് ബൂസ്റ്ററാണ്
അല്ലെങ്കിൽ ഒരു എനർജറ്റിക് ലിഫ്റ്ററാണ് തേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നിങ്ങൾക്ക് മധുര പലഹാരങ്ങളോട് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അല്ലേ? ഒരു കാര്യം ചെയ്യാം, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു സ്പൂൺ തേൻ കഴിച്ചിട്ട് കിടക്കുക. അപ്പോൾ നമുക്ക് മധുര പലഹാരങ്ങൾ കഴിക്കുന്നതിനോടുള്ള താല്പര്യം കുറഞ്ഞു. അപ്പോൾ ഓർഗാനിക്കായിട്ടുള്ള തേൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയെല്ലാം നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താം എന്നുള്ള വസ്തുക്കളാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ ഭക്ഷണക്രമത്തിലേക്ക് അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള വസ്തുതകളുമായിട്ട് അടുത്ത വീഡിയോകളിൽ വരുന്നതാണ്. അംബിക സോറയിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ അല്ലെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. അതോടൊപ്പം ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.